ഹായ് ഫ്രണ്ട്സ്, ഡ്രീം റൈഡ് 360 എന്ന ഈ ചാനലിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത് പർവ്വതങ്ങളിലെ അദർശ്യ കൊലയാളി എന്നറിയപ്പെടുന്ന AMSനെ കുറിച്ചാണ്. എന്താണ് AMS? AMSൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം? മുൻകരുതലുകൾ എന്തെല്ലാം? AMSൻ്റെ പ്രതിരോധ മരുന്നുകൾ ഏതാണ്? മരുന്ന് കഴിക്കേണ്ട സമയവും രീതികളും. AMS അനുഭവപ്പെട്ട ആളെ എങ്ങനെ നമുക്ക് പരിചരിക്കാം? എന്തെല്ലാമാണ് മുൻകരുതലുകൾ എടുക്കേണ്ടത്? ഇവയെല്ലാം അടങ്ങുന്ന ഒരു വീഡിയോയായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് AMSനെ കുറിച്ചാണ്. AMS അഥവാ ആൾട്ടിറ്റ്യൂഡ് മൗണ്ടൻ സിക്നസ്. ഒരുപക്ഷെ ലഡാക്ക് പോലെയുള്ള പർവ്വത നിരകളിലേക്ക്, ഹൈ ആൾട്ടിറ്റ്യൂഡ് പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ AMSനെ കുറിച്ച് വ്യക്തമായ ധാരണയില്ലെങ്കിൽ ഒരുപക്ഷെ മരണം വരെ നിങ്ങളെ കീഴ്പ്പെടുത്തിയേക്കാം. സമുദ്രനിരപ്പിൽ നിന്നും 2000 മീറ്ററിന് മുകളിലേക്കുള്ള പ്രദേശങ്ങളെയാണ് ഹൈ ആൾട്ടിറ്റ്യൂഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സമുദ്രനിരപ്പിൽ നിന്നും 7000 അടിക്ക് മുകളിലേക്കുള്ള എല്ലാ പ്രദേശങ്ങളും ഹൈ ആൾട്ടിറ്റ്യൂഡ് പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുൻപ് ഒരു മലയാളിയായ യുവ ഡോക്ടർ ഹിമാലയൻ പാതകളിൽ യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് AMS ബാധിക്കുകയും മരണപ്പെടുകയും ചെയ്ത വാർത്ത സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് AMS എങ്ങനെയാണ് മനുഷ്യ ശരീരത്തെ ബാധിക്കുന്നതെന്ന് നോക്കാം. ഹൈ ആൾട്ടിറ്റ്യൂഡ് പ്രദേശങ്ങൾ അഥവാ നമുക്ക് സമുദ്രനിരപ്പിൽ നിന്നും 7000 അടിക്ക് മുകളിലേക്കുള്ള പ്രദേശങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് വലിയ മാറ്റങ്ങളൊന്നുമില്ല. എന്നിരുന്നാലും ഓക്സിജന്റെ പ്രഷർ ആ ഒരു മേഖലകളിൽ കുറവായിരിക്കും. ഇതിന്റെ പ്രധാന കാരണം ഉയരം കൂടുന്തോറും അന്തരീക്ഷത്തിലെ മർദ്ദം കുറയുന്നു. അതിനാൽ ഇതുപോലെയുള്ള പ്രദേശങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ശരീരത്തിന് ആവശ്യമായ ഓക്സിജൻ അന്തരീക്ഷത്തിൽ നിന്നും വലിച്ചെടുക്കുവാൻ കഴിയാതെ വരുന്നുണ്ട്. തുടർന്ന് നമ്മുടെ ശരീരത്തിൽ ശാരീരിക അസ്വസ്ഥതകളൊക്കെ കണ്ടു തുടങ്ങാം. നാം എല്ലാവരും സമുദ്രനിരപ്പിനോട് അടുത്ത് ജീവിച്ചു വളർന്നവരാണ്. കേരളം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത് സമുദ്രനിരപ്പിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശങ്ങളാണ്. ഇവിടെ നിന്നും ലഡാക്ക് പോലെയുള്ള പർവ്വത മേഖലകളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ, ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഇവിടെ ലഭിക്കുന്ന ഓക്സിജന്റെ അത്രയും മർദ്ദം കുറവായതിനാൽ നമുക്ക് ശരീരത്തിന് ആവശ്യമായി വരുന്ന ഓക്സിജന്റെ അളവ് നമുക്ക് അവിടെ കുറവ് ലഭിക്കുന്നു. ഈ ഒരു ഓക്സിജന്റെ കുറവ് നമുക്ക് ശാരീരിക അസ്വസ്ഥതകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. ഇത് മനസ്സിലാക്കാതെ യാത്ര ചെയ്താൽ, ഇതിനു വേണ്ട മുൻകരുതലുകൾ നാം എടുത്തില്ല എങ്കിൽ നമുക്ക് മരണം വരെ സംഭവിക്കാം. അതിനാൽ ഈ ഒരു യാത്രയിൽ നാം ഇതിനു വേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്, അവയ്ക്ക് വേണ്ട പ്രതിരോധങ്ങൾ എന്തെല്ലാമാണ് എന്ന് മനസ്സിലാക്കി വേണം യാത്ര ചെയ്യാൻ. ഹൈ ആൾട്ടിറ്റ്യൂഡ് മേഖലകളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് AMSനെ കുറിച്ച് മനസ്സിലാക്കാതെ, ഇല്ലെങ്കിൽ AMSനെ കുറിച്ച് മനസ്സിലാക്കി അതിനുവേണ്ട പ്രതിരോധങ്ങൾ തീർക്കാതെയാണ് നാം ഹൈ ആൾട്ടിറ്റ്യൂഡ് മേഖലയിലേക്ക് യാത്ര ചെയ്യുന്നതെങ്കിൽ, നാം പ്രത്യേകിച്ച് കേരളത്തിൽ പോലെയുള്ള നോർമൽ ഇതിൽ ജീവിച്ച് വളർന്ന ഒരു വ്യക്തിക്ക് ഇവിടെ നമുക്ക് ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഓക്സിജന്റെ ലെവൽ പോലെ ഹൈ ആൾട്ടിറ്റ്യൂഡ് മേഖലയിൽ മർദ്ദം കുറവായതിനാൽ നമുക്ക് ഓക്സിജൻ ലഭിക്കാതെ വരുന്നു. അപ്പം നമുക്ക് ശരീരത്തിന് ആവശ്യമായ ഓക്സിജൻ നമുക്ക് അവിടെ ലഭിക്കാതെ വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ, നമുക്ക് എല്ലാവർക്കും പ്രതിരോധ ശക്തിയുള്ള ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നവരാണ്. നമുക്ക് നമ്മുടെ ശരീരത്തിനൊരു പ്രതിരോധ ശക്തിയുണ്ട്. എന്നാൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് മേഖലയിൽ നാം ഇല്ലെങ്കിൽ ഓക്സിജൻ കുറവുള്ളൊരു പ്രദേശത്താണ് നാം നിൽക്കുന്നതെന്ന് നമ്മുടെ ബ്രെയിൻ മനസ്സിലാക്കാൻ എടുക്കുന്നൊരു സമയമുണ്ട്. അവിടെ നമുക്ക് ഓക്സിജൻ ലെവൽ കുറവാണ്, നമുക്ക് കൂടുതൽ ഓക്സിജൻ നമുക്ക് ആവശ്യമാണോ എന്ന് നമ്മുടെ ബ്രെയിൻ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിന് മുൻപേ നാം ഓക്സിജൻ ലെവൽ കുറവായതുകൊണ്ട് ക്ഷീണിച്ച് നമുക്ക് ശക്തമായ തലവേദനകൾ വന്ന് ഛർദി വന്ന് AMSന് അടിപ്പെട്ട് വലിയൊരു അപകടത്തിലേക്ക് ചെല്ലും. അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നാം ഓക്സിജൻ ലെവൽ കുറവാണെന്ന് മനസ്സിലാക്കി, ഇല്ലെങ്കിൽ ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് ചെല്ലുമ്പോൾ അതിന് വേണ്ട പ്രവർത്തനങ്ങൾ, നമുക്ക് അതിന് വേണ്ട മെഡിസിൻസും അതേപോലെ അതിന് വേണ്ട മുൻകരുതലുകളൊക്കെ ചെയ്ത് യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിന് ഈ എടുക്കുന്ന സമയം നമുക്ക് നഷ്ടമാവാതെ നമുക്ക് അതിന് മുൻപേ മുൻകരുതലുകളായിട്ട് AMSനെ തടഞ്ഞു നിർത്താൻ സാധിക്കും. ഇതിനു വേണ്ട മെഡിസിൻസ് കഴിക്കുകയും അതിനുവേണ്ട പ്രതിരോധങ്ങൾ തീർക്കുകയും ചെയ്തു എന്ന് കരുതി AMS ബാധിക്കില്ല എന്ന് 100% ഉറപ്പ് പറയാൻ സാധിക്കില്ല. എന്നിരുന്നാലും ഒരുപക്ഷെ നമുക്ക് AMS ബാധിക്കുകയാണ് എങ്കിൽ, ഇതിനെപ്പറ്റി അറിവ് ലഭിക്കുന്നതിന് മുൻപേ നമുക്ക് മറ്റൊരാൾക്ക് AMS ബാധിച്ചത് കാണുകയാണെങ്കിൽ അതിന് ചെയ്യേണ്ട മുൻകരുതലുകൾ ഇതിനു ശേഷം ഈ ഒരു വീഡിയോയിൽ അവസാനം ഞാൻ പറയുന്നതാണ്. അതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് AMS ബാധിച്ചു എന്ന്, ഓരോ വ്യക്തിക്ക് AMS ബാധിച്ചു എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയെന്നാണ്. അതിന് ചില ശാരീരിക അസ്വസ്ഥതകൾ, നമ്മുടെ ശരീരം അതിന് ചില സിഗ്നലുകൾ തരും. അത് മനസ്സിലാക്കിയാണ് അയാൾക്ക് AMS ബാധിച്ചു എന്ന് മനസ്സിലാക്കുന്നതും അതിന് വേണ്ട മുൻകരുതലുകൾ ചെയ്യേണ്ടതും. നമുക്ക് ശാരീരിക അസ്വസ്ഥതകൾ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണമെന്നില്ല.
ഓരോരുത്തരുടെയും ശരീരക്ഷമതയ്ക്ക് അനുസരിച്ചാണ് AMS അനുഭവപ്പെടുക. ചില ആളുകൾക്ക്, പ്രത്യേകിച്ച് ശ്വാസകോശ അസുഖമുള്ളവർക്കും ഹൃദ്രോഗമുള്ളവർക്കും തുടങ്ങിയവർക്കൊക്കെ 1500 മീറ്ററിന് ഉയരില്ല. അതുപോലെ അതായത് ഏകദേശം 5000 അടിക്ക് മുകളിലേക്ക് എത്തുമ്പോൾ തന്നെ ചെറിയ ചെറിയ പ്രയാസങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങാം. ഒരുപക്ഷെ 1500 മീറ്ററിന് മുകളിലെത്തിയപ്പോൾ, ഇല്ലെങ്കിൽ 5000 അടിക്ക് മുകളിലെത്തിയപ്പോൾ നമുക്ക് ശാരീരിക അസ്വസ്ഥതകൾ ബാധിച്ചില്ല എന്ന് കരുതി എനിക്ക് AMS വരില്ല, കുഴപ്പമില്ല എന്ന് വിചാരിക്കാൻ പറ്റില്ല. നമുക്ക് മുകളിലോട്ട് ചെല്ലും തോറും എപ്പോൾ വേണമെങ്കിലും AMS നമ്മുടെ ശരീരത്തിൻ്റെ ഓക്സിജൻ ലെവൽ ലഭിക്കാതെ വരുമ്പോൾ നമുക്ക് AMS ബാധിക്കാം. അപ്പോൾ എവിടെ വെച്ചാണ് നമുക്കിത് ബാധിക്കുക എന്ന് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഈ ഹൃദ്രോഗമുള്ളവരും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖമുള്ളവർക്കൊക്കെ 5000 അടിക്ക് മുകളിലേ തന്നെ അവർക്ക് പെട്ടെന്ന് ഈ പറയുന്ന AMS ബാധിച്ചേക്കാം. ഇതുപോലുള്ള ഹൈ ആൾട്ടിറ്റ്യൂഡ് പ്രദേശങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ മനുഷ്യ ശരീരം സ്വയം പ്രതിരോധ ശക്തി ഉൾപ്പെടുത്തി ഈ പറയുന്ന ഓക്സിജൻ ലെവൽ കുറവാണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടിയുള്ള പ്രതിരോധം ചെയ്തു തുടങ്ങുമ്പോൾ നമുക്ക് ചെറിയ അസ്വസ്ഥതകൾ വന്നു തുടങ്ങാം. ഈ പറയുന്ന നമ്മുടെ ശരീരം അവിടുത്തെ ഈ പറയുന്ന ഓക്സിജൻ ലെവൽ കുറവുള്ള പ്രദേശവുമായി പൊരുത്തപ്പെടാൻ നടത്തുന്നൊരു പ്രവർത്തനമാണ് ഈ പറയുന്ന നമുക്ക് ശാരീരിക അസ്വസ്ഥതകളായി മാറുന്നത്. ഇതുപോലെ നമുക്ക് ഈ പറയുന്ന പൊടിയുള്ള പ്രദേശങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കുമ്പോൾ നമുക്ക് തുമ്മൽ വരുന്നത് പോലെ, ഇല്ലെങ്കിൽ നമ്മുടെ കണ്ണിൽ ചെറിയ പൊടികളും ഇതൊക്കെ പോകുമ്പോൾ നമുക്ക് കണ്ണിൽ നിന്ന് വെള്ളം വന്ന് പ്രതിരോധിക്കുന്നത് പോലെ ഹൈ ആൾട്ടിറ്റ്യൂഡ് മേഖലയിൽ ഓക്സിജൻ ലെവൽ കുറവാണെന്ന് മനസ്സിലാക്കി, ഇല്ലെങ്കിൽ നമുക്ക് അവിടുത്തെ ശരീരം ആ ഒരു ക്ലൈമറ്റുമായി പൊരുത്തപ്പെടുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ശരീരം അതുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല എന്നുള്ള സിഗ്നലുകളാണ് നമുക്ക് ഇതേപോലെയുള്ള അസ്വസ്ഥതകൾ, ഇതേപോലെയുള്ള ശാരീരിക അസ്വസ്ഥതകളായിട്ട് പുറത്ത് കാണിക്കുന്നത്. AMS അടയുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇവിടെ ഹൈ ആൾട്ടിറ്റ്യൂഡ് മേഖലയിൽ കൈക്കൊള്ളാവുന്ന ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത്, അവിടെ നാം താഴത്തെ മേഖലയിൽ നിന്ന് ഹൈ ആൾട്ടിറ്റ്യൂഡ് മേഖലകളിലേക്ക് അതിവേഗം യാത്ര ചെയ്തെത്തുക എന്നൊരു ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യാതിരിക്കുക. താഴെ ഓരോ അടി ഉയരത്തിലേക്ക് നാം മുകളിലേക്ക് ചെല്ലും തോറും നമ്മുടെ ശരീരത്തിന് ആവശ്യമായ സമയം നൽകിക്കൊണ്ട് ആ ഒരു ക്ലൈമറ്റുമായി, അവിടുത്തെ മർദ്ദവുമായിട്ട് പൊരുത്തപ്പെടാനുള്ള സമയം നൽകുക. ഒരിക്കലും അതിവേഗത്തിൽ മുകളിലോട്ട് ചെല്ലുമ്പോൾ നമുക്ക് ഓക്സിജൻ ലെവൽ പെട്ടെന്ന് കുറവ് വരുന്നത് മൂലം നമുക്ക് അതുമായിട്ട് പൊരുത്തപ്പെടാനുള്ള സമയം ലഭിക്കാതെ വരികയും നാം AMSന് അടിപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പതുക്കെ ആയിട്ട് നാം മുകളിലോട്ട് ചെല്ലുവാൻ ശ്രമിക്കുക. അത് നമ്മുടെ ശരീരത്തിന് ആ ഒരു ഭൂപ്രകൃതിയുമായി, അവിടുത്തെ ഒരു ക്ലൈമറ്റുമായി പൊരുത്തപ്പെട്ട് ചേരുവാനായിട്ടുള്ള സമയം ലഭിക്കുന്നു. അതുകൊണ്ട് ഒരിക്കലും ഹൈ ആൾട്ടിറ്റ്യൂഡ് മേഖലയിലേക്ക് അതിവേഗം എത്തണം എന്നുള്ളൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് മുകളിലോട്ട് ഓടിച്ചെല്ലാതിരിക്കുക. അങ്ങനെ ചെല്ലുമ്പോഴാണ് കൂടുതലായിട്ട് AMS ബാധിക്കുക. ഇനി നമുക്ക് AMSലൂടെ, ഇല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് മൗണ്ടൻ സിക്നസിലൂടെ നമുക്ക് ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഈ പറയുന്ന നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഓക്സിജൻ ലഭിച്ചില്ല എങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഹൈ ആൾട്ടിറ്റ്യൂഡ് മേഖലകളിൽ എത്തുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഓക്സിജൻ ലെവൽ കിട്ടാതെ വരുമ്പോഴാണ് AMS ബാധിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പറയുന്ന ഓക്സിജൻ ലെവൽ നമുക്ക് കുറവ് വരുമ്പോൾ നാം അതിവേഗത്തിൽ, അതിശക്തിയായിട്ട് നാം ശ്വാസോച്ഛ്വാസം ചെയ്യാൻ തുടങ്ങും. ഇതിൻ്റെ ഫലമായിട്ട് നമുക്ക് നന്നായിട്ട് കിതപ്പ് വരും. നമുക്ക് ഈ പറയുന്ന സ്പോർട്സിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നാം കൂടുതൽ വേഗത്തിൽ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് നാം കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതേപോലെ നമ്മൾ കൂടുതൽ ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ അതിലൂടെ നമുക്ക് ഹൈ ആൾട്ടിറ്റ്യൂഡ് മേഖലയിൽ നമുക്കൊരു കിതപ്പ് വരികയും അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ശരീരത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവിൽ വ്യത്യാസം വരുന്നു. കൂടുതലായി ഉണ്ടാകുന്ന ബികാർബണേറ്റ് നമ്മുടെ കിഡ്നി മൂത്രത്തിലൂടെ പുറന്തള്ളാൻ ശ്രമിക്കും. ഈയൊരു പ്രവർത്തന ഫലമായിട്ടാണ് ഉയർന്ന പ്രദേശങ്ങളിൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് മേഖലകളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നാം കൂടുതലായിട്ട് മൂത്രം ഒഴിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, ഇതുപോലെയുള്ള ഹൈ ആൾട്ടിറ്റ്യൂഡ് മേഖലകളിൽ എത്തുമ്പോൾ നമ്മുടെ ശരീരം കൂടുതലായിട്ട് വരുന്ന ബികാർബണേറ്റിനെ പുറന്തള്ളാൻ ആശ്രയിക്കുന്നത് നമ്മുടെ കിഡ്നിയുടെ സഹായത്തോടു കൂടി മൂത്രത്തിലൂടെയാണ്. അപ്പോൾ ഇതുപോലെയുള്ള പ്രദേശങ്ങളിൽ നാം കൂടുതലായിട്ട് മൂത്രം ഒഴിക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരിക. അപ്പോൾ ഒരുപക്ഷെ കൂടുതലായിട്ട് മൂത്രം ഒഴിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിലെ ബികാർബണേറ്റ് പുറത്തേക്ക് തള്ളുവാൻ ശ്രമിക്കുന്നില്ല, അതിനർത്ഥം നാം AMSന് അടിപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ്. അപ്പോൾ ഈ ഒരു പ്രദേശങ്ങളിൽ കൂടുതലായിട്ട് മൂത്രം ഒഴിക്കുന്നതിൻ്റെ ഫലമായി നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ്, ശരീരത്തിൽ അമിതമായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ മൂത്രത്തിലൂടെ പുറന്തള്ളുകയും അതിലൂടെ നമുക്ക് നിർജ്ജലീകരണം, നമ്മുടെ ശരീരത്തിലെ ഡീഹൈഡ്രേഷൻ നടക്കുകയും അതിലൂടെ നമുക്ക് AMSന് ഒരു പരിധിവരെ തടഞ്ഞു നിർത്താനും സാധിക്കും. അപ്പോൾ ഈ പറയുന്ന ഡീഹൈഡ്രേഷൻ നടക്കുന്നതിന് ആവശ്യമായി നാം കൂടുതലായിട്ട് വെള്ളം കുടിക്കേണ്ടതായിട്ടുണ്ട്.
അപ്പോൾ ഈ പറയുന്ന ഹൈ ആൾട്ടിറ്റ്യൂഡ് മേഖലകളിൽ നന്നായിട്ട് വെള്ളം കുടിക്കുക, അതിലൂടെ നമുക്ക് കൂടുതലായിട്ട് മൂത്രം പുറന്തള്ളുകയും അതിലൂടെ ഡീഹൈഡ്രേഷൻ നടന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്നതിൻ്റെ ഫലമായി നമുക്ക് AMSനെ പൂർണ്ണമായിട്ട് തന്നെ നമുക്ക് തടഞ്ഞു നിർത്താനും സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം, നാം ഉയർന്ന പ്രദേശങ്ങളിലേക്ക് എത്തി മണിക്കൂറുകൾക്കുള്ളിൽ നമ്മുടെ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് കൂടുവാൻ തുടങ്ങും. ഇത് നമ്മുടെ ശരീരത്തിലെ BP കൂട്ടുവാനും സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക് തുടങ്ങിയ അവസ്ഥകളിലേക്ക് വരെ എത്താൻ സാധ്യതയുണ്ടെന്ന് മറക്കാതിരിക്കുക. രക്തസമ്മർദ്ദം കൂടുതലായതിനാൽ നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കൂടുതലായിരിക്കും. ഇതിൻ്റെ ഫലമായി നമുക്ക് ചെറിയ തലവേദന തുടങ്ങി, അതേപോലെ ഛർദി, അതേപോലെ കാഴ്ചമങ്ങൽ തുടങ്ങിയ ചെറിയ ചെറിയ അസ്വസ്ഥതകൾ ആദ്യമേ കണ്ടു തുടങ്ങുന്നു. ഇനി നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഊർജം അഥവാ കായികക്ഷമത. ഉയരം കൂടുന്തോറും നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനക്ഷമത കാര്യമായി കുറയുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. ഓരോ 1000 അടി മുകളിലേക്ക് ചെല്ലുമ്പോഴും നമ്മുടെ പ്രവർത്തനക്ഷമത 10% എന്ന നിലയിൽ കുറയുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. അതായത് നമ്മുടെ വർക്കിംഗ് കപ്പാസിറ്റി തീരെ കുറവായിരിക്കും. നമ്മുടെ നാട്ടിൽ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഒരു പക്ഷേ മുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ അമിതമായിട്ട് ക്ഷീണം വരും. അപ്പോൾ അതിനാൽ അനാവശ്യമായ ഓട്ടം, ചാട്ടം എന്നിവ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. നാം ചില ആളുകൾ യാത്രക്കിടയിൽ കണ്ടു മുകളിലെത്തുമ്പോൾ ബൈക്ക് പാർക്ക് ചെയ്ത് മലയ്ക്ക് മുകളിൽ മഞ്ഞോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതിന് മുകളിൽ ഓടിപ്പോയി ഫോട്ടോ എടുക്കാനൊക്കെ ഓടുന്നതും ചാടുന്നതൊക്കെ, ചിലവർ നൃത്തം ചെയ്യുന്നതൊക്കെ റോട്ടിൽ സന്തോഷത്തിൻ്റെ പേരിലാണ്. പക്ഷേ ഇങ്ങനെയുള്ള മേഖലകളിൽ നമുക്ക് ബ്ലഡ് പ്രഷർ കൂടിയിരിക്കുന്ന സാഹചര്യത്തിൽ നാം ഇതേപോലെയുള്ള സാഹസികമായിട്ടുള്ള കായികക്ഷമത നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള കൂടുതൽ എനർജി നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ചാൽ അത് നമ്മുടെ ശരീരത്തെ ദോഷകരമായി ബാധിക്കും. അതിനാൽ നല്ല റെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രമേ ഇതുപോലെയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യാൻ പാടുള്ളൂ. നന്നായിട്ട് റെസ്റ്റ് ശരീരത്തിന് ആവശ്യമാണ്. അടുത്തൊരു സുപ്രധാന കാര്യമാണ് രാത്രി കാലങ്ങളിൽ ഉറങ്ങുന്നതിനെ കുറിച്ച്. ഹൈ ആൾട്ടിറ്റ്യൂഡ് മേഖലകളിൽ ഓക്സിജൻ പ്രഷർ കുറവായതിനാൽ നമുക്ക് ശ്വാസതടസ്സം പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെന്ന് പറയുണ്ടായി. നാം പകൽ സമയങ്ങളിൽ നാം ബ്രീത്തിങ് ചെയ്യുന്നത് പോലെയല്ല രാത്രി കാലങ്ങളിൽ ബ്രീത്തിങ് ചെയ്യുന്നത്. വളരെ പതുക്കെയുള്ള ശ്വാസോച്ഛ്വാസമാണ് രാത്രി കാലങ്ങളിൽ ഉറക്കത്തിൽ നാം ചെയ്യാറ്. പകലൊരു പക്ഷേ നാം ഓക്സിജൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ ലഭിക്കാതെ വരുന്നു എന്ന് മനസ്സിലാക്കി ഹൈ ബ്രീത്തിങ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഓക്സിജൻ നമുക്ക് ശരീരത്തിന് ലഭിച്ചു എന്ന് വരാം. എന്നാൽ ഉറക്കത്തിൽ നാം അത് മനസ്സിലാക്കാതെ കുറഞ്ഞ മർദ്ദത്തിലുള്ള ഓക്സിജൻ ലെവലിൽ നാം നോർമൽ ബ്രീത്തിങ് ചെയ്യുന്നത് മൂലം ശരീരത്തിന് ആവശ്യമായ ഓക്സിജൻ ലഭിക്കാതെ AMS രാത്രി കാലങ്ങളിൽ നമ്മുടെ ശരീരത്തെ ബാധിക്കാവുന്ന സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും താഴ്ന്ന പ്രദേശത്ത് രാത്രി കാലങ്ങളിൽ സ്റ്റേ ചെയ്യുക. പകൽ സമയങ്ങളിൽ മുകളിലോട്ട് കയറുന്നതാണ് ഏറ്റവും അനുയോജ്യം. ഏറ്റവും കുറഞ്ഞ പ്രദേശങ്ങളിൽ, ഏറ്റവും താഴ്ന്ന പ്രദേശങ്ങൾ നോക്കി തിരഞ്ഞെടുക്കുന്നതാണ് നിങ്ങളുടെ ആരോഗ്യസ്ഥിതി വെച്ച് ഏറ്റവും നല്ലത്. AMS എന്ന അദർശ്യ കൊലയാളിയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിവില്ലായ്മയാണ് പലർക്കും അപകടത്തിലേക്ക് എത്തിക്കാറ്. എന്നാൽ ഒരുപക്ഷെ നമുക്ക് ധൃതി പിടിച്ച് മുകളിലേക്ക് എത്തുവാൻ ശ്രമിക്കുന്നത് മൂലമോ അല്ലാതെയൊക്കെ നമുക്ക് ഒരുപക്ഷെ AMS ബാധിച്ചേക്കാം. അന്തരീക്ഷമായിട്ട് പൊരുത്തപ്പെടാൻ കഴിയാതെ വരുമ്പോഴാണ് ശ്വാസതടസ്സം, ബോധക്ഷയം, ഛർദി, തലവേദന തുടങ്ങിയ മരണം വരെ സംഭവിക്കാവുന്ന ഓരോ അവസ്ഥയിലോട്ടൊക്കെ എത്തിത്തീരുന്നത്. ഇതാണ് AMS എന്ന കൊലയാളിയായിട്ട് എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. എന്നാൽ സ്വന്തം ശരീരത്തെക്കുറിച്ച് ഒരല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരുപക്ഷെ ഈ ഒരു അവസ്ഥയെ നമുക്ക് വരാതെ സൂക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് AMSന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും തലവേദന, തലകറക്കം, ഉറക്കമില്ലായ്മ, വയറിന് ചെറിയ അസ്വസ്ഥതകൾ, ശ്വാസതടസ്സം എന്നിവയ്ക്കാണ് പ്രധാനമായിട്ട് കാണാറ്. എന്നാൽ ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾ വന്നതിന് മുൻപ് AMS ബാധിച്ച ചില സുഹൃത്തുക്കൾ എന്നോട് ഷെയർ ചെയ്തൊരു കാര്യമാണ്, മദ്യലഹരിയിലുള്ള പോലെയുള്ള ഒരു തലചുറ്റലും ഹാങ് ഓവറൊക്കെയാണ് അവർക്ക് ഫീൽ ചെയ്തത്. എൻ്റെ യാത്രയിൽ എനിക്ക് AMS ബാധിക്കുകയുണ്ടായില്ല. ആവശ്യത്തിന് നന്നായി വെള്ളം കുടിക്കുകയും മെഡിസിൻസ് കഴിച്ചിട്ടൊക്കെയാണ് യാത്ര ചെയ്തത്. അതുകൊണ്ട് AMSൻ്റെ വലിയ ബുദ്ധിമുട്ടുകൾ എനിക്ക് കാര്യമായി ബാധിച്ചില്ല. പ്രധാനമായിട്ടും കൂടുതൽ ആളുകളിൽ കാണുന്നത് ഇടയ്ക്കിടയ്ക്ക് മാറി മാറി വരുന്ന ഒരു തലവേദനയുണ്ട്. ആ തലവേദനയും അതേപോലെ തന്നെ വിശപ്പില്ലായ്മ, ഛർദി, വയറിളക്കം തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും കൂടുതൽ ആളുകളിൽ കണ്ടുവരുന്നത്. AMS വരുന്ന ആൾ വളരെ അസ്വസ്ഥനായിട്ടിരിക്കുന്നതും ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ്. അതുപോലെ മൂത്രം ഒഴിക്കുന്നത് വളരെ കുറവായിരിക്കും. ക്രമേണ കടുത്ത ക്ഷീണവും എല്ലാത്തിനും മറ്റുള്ളവരുടെ സഹായമൊക്കെ ആവശ്യമായിട്ട് വരും. ഒരുപക്ഷെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നതിനോ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതിനൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് അവരിൽ കണ്ടു തുടങ്ങും. അതുപോലെ തന്നെ കാലുകൾക്ക് ബലം കിട്ടാതെ വരും. അതേപോലെ തന്നെ വണ്ടി ഓടിക്കാനൊക്കെ അവർക്ക് വയ്യാത്ത ഒരവസ്ഥയിലോട്ട് പോകും. അതേപോലെ തന്നെ ബാലൻസ് കിട്ടാതെ വീഴുകയോ കാലുകൾക്ക് ബലം കിട്ടാതെ വണ്ടി ഓടിക്കാൻ പറ്റാതെ എവിടെയെങ്കിലൊക്കെ വാഹനം നിർത്തി
ഇരിക്കുന്ന ഒരവസ്ഥയിലോട്ടൊക്കെ പോകും, മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റാത്ത രീതിയിൽ. ഇങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ വരികയാണെങ്കിൽ ഏറ്റവും അടുത്തുള്ള ചികിത്സ ലഭിക്കുന്നിടത്തോട്ട് പോവുകയോ അതല്ല എങ്കിൽ താഴേക്ക് പരമാവധി ദൂരം താഴേക്ക് ഇറങ്ങി എയിംസിനെ ചെറുത്തു നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും അനുയോജ്യം. മുകളിലേക്ക് പോകുന്ന ഓരോ നിമിഷവും വളരെയധികം അപകടം വിളിച്ചു വരുത്തുന്നതാണ്. സമുദ്രനിരപ്പിൽ ജീവിച്ചു വളർന്ന നമ്മളെപ്പോലുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് ലഡാക്ക് പോലെയുള്ള ഹൈ ആൾട്ടിറ്റ്യൂഡ് മേഖലകളിൽ ചെല്ലുമ്പോൾ ചെറിയ ചെറിയ ശാരീരിക അസ്വസ്ഥതകളും തലവേദനകളൊക്കെ സ്വാഭാവികമായും കണ്ടെന്നു വരാം. എന്നാൽ അത് AMSന്റെ സംബന്ധമായതാണോ അല്ലയോ എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. AMS സംബന്ധമായിട്ടുള്ള തലവേദനയാണ് അല്ലെങ്കിൽ അതിൻ്റെ അസ്വസ്ഥതകളാണ് എന്ന് മനസ്സിലായാൽ തീർച്ചയായും നിങ്ങൾ ഏറ്റവും നല്ല മാർഗം അടുത്തുള്ള ഹോസ്പിറ്റലുകളിൽ ബന്ധപ്പെടുകയോ അല്ലാത്ത പക്ഷം തിരിച്ചിറങ്ങുകയാണ് ഏറ്റവും അനുയോജ്യം. ഒരുപക്ഷെ കഠിനമായ തലവേദനയിലേക്കും മറ്റ് അസ്വസ്ഥതകളിലേക്കും പോയാൽ ഒരുപക്ഷെ മരണം വരെ സംഭവിക്കുമെന്ന് ഓർത്തിരിക്കുന്നത് നല്ലത്. ഇനി നമുക്ക് ഹൈ ആൾട്ടിറ്റ്യൂഡ് മേഖലകളിൽ നമുക്ക് AMSനെ തടയുവാനും അതുപോലെ തന്നെ ശാരീരിക അസ്വസ്ഥതകളെ തടയുവാനുള്ള കുറച്ച് മെഡിസിനുകളെ കുറിച്ച് മനസ്സിലാക്കാം. ലഡാക്ക് പോലെയുള്ള പ്രദേശങ്ങളിൽ അതേപോലെ ഹൈ ആൾട്ടിറ്റ്യൂഡ് മേഖലകളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം അവിടുത്തെ അന്തരീക്ഷമായി പൊരുത്തപ്പെടാതെ വരുമ്പോഴാണ് നമുക്ക് ശാരീരിക അസ്വസ്ഥതകളൊക്കെ നേരിടേണ്ടി വരുന്നത്. ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ കൂടുതലായിട്ടും ആളുകൾ ഉപയോഗിച്ചതും വിജയകരമായി മാറിയതുമായിട്ടുള്ള ഒരു മെഡിസിനാണ് ഡൈമോക്സ് എന്നത്. ഡൈമോക്സ് ഉപയോഗിക്കുന്നത് വഴി നിങ്ങളുടെ ശരീരം അവിടെയുള്ള അന്തരീക്ഷവുമായി പെട്ടെന്ന് രമ്യതപ്പെടുകയും അവ പൊരുത്തപ്പെട്ട് നിങ്ങൾക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവുന്നത് തടയുകയും ചെയ്യും. പിന്നെ മറ്റൊരു സുപ്രധാന കാര്യമാണ് ഡൈമോക്സ് എപ്പോഴാണ് നാം കഴിക്കേണ്ടതെന്ന്. നമ്മുടെ ശരീരത്തിൽ അവ ഫലിച്ചു തുടങ്ങണമെങ്കിൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് മേഖല എത്തുന്നതിന് 24 മണിക്കൂർ മുൻപ് നാം ആദ്യത്തെ ഡൈമോക്സ് കഴിക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത്. നാം അസുഖം വന്നതിന് ശേഷമല്ല ചികിത്സിക്കേണ്ടത്, അസുഖം വരാതെ സൂക്ഷിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡോക്ടറെ നേരിട്ട് കണ്ട് ഇതിനെപ്പറ്റിയുള്ള വിശദ വിവരങ്ങൾ തേടാവുന്നതാണ്. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നാം ഏതളവിലാണ് നാം മരുന്ന് കഴിക്കേണ്ടതെന്നുള്ളതാണ്. ഓരോരുത്തരുടെയും ശരീര വലിപ്പം അനുസരിച്ചാണ് മെഡിസിൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അമിതമായാൽ അമൃതും വിഷം എന്നുള്ളത് ഓർത്തിരിക്കുക. മനുഷ്യ ശരീരത്തിൽ 2.5 മില്ലിഗ്രാം ആണ് 1 കിലോ ബോഡി വെയ്റ്റിന് അവർ ആവശ്യപ്പെടുന്നത്. ഉദാഹരണത്തിന് 50 കിലോ വെയിറ്റുള്ള ഒരാൾക്ക് ഡൈമോക്സ് 125 ഗ്രാം ദിവസവും 2 നേരം വെച്ച് കഴിക്കാം. ട്രെക്കിങ്ങിന് 24 മണിക്കൂർ മുൻപ് കഴിക്കുന്നത് AMS വരുന്നത് തടയുമെന്നാണ് ഡോക്ടേഴ്സ് പറയപ്പെടുന്നത്. സൾഫ അലർജി ഉള്ളവർ മാത്രം ഇവ കഴിക്കരുത് എന്ന് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, നാം ഡൈമോക്സ് കഴിച്ചതിന് ശേഷം ഹൈ ആൾട്ടിറ്റ്യൂഡ് പ്രദേശങ്ങളിൽ യാതൊരു കാരണവശാലും കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അഥവാ സോഡ, അതേപോലെ നമ്മുടെ ബിയർ, അതുപോലെ ഈ പറയുന്ന കോക്ക് മുതലായ പാനീയങ്ങൾ യാതൊരു കാരണവശാലും നാം കഴിക്കാൻ പാടുള്ളതല്ല. ഡൈമോക്സിന് പുറമെ നമുക്ക് മറ്റ് ശാരീരിക അസ്വസ്ഥതകൾക്കുള്ള ഈ പറയുന്ന മെഡിസിനുകൾ കൂടി നിങ്ങളുടെ കൈവശം കരുതുന്നത് നല്ലതാണ്. ഒരുപക്ഷെ മറ്റു ശാരീരിക അസ്വസ്ഥതകൾക്ക് ഇവ കൊണ്ട് ശമനം ഉണ്ടായേക്കും. AMSനെ കുറിച്ച് ഇവിടെ ഞാൻ വിവരിച്ചിരിക്കുന്ന കാര്യങ്ങൾ എൻ്റെ യാത്രയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയവയും ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന എൻ്റെ ചില സുഹൃത്തുക്കളിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കിയ വിവരങ്ങളും ചേർത്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്കായി അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. AMSനെ കുറിച്ച് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട വിട്ടുപോയി എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അവ എന്നോട് കമൻറ്റിലൂടെ രേഖപ്പെടുത്താവുന്നതാണ്. പ്രധാനപ്പെട്ടവയാണ് എങ്കിൽ ഞാനത് ഡിസ്ക്രിപ്ഷനിൽ തീർച്ചയായും രേഖപ്പെടുത്തുന്നതാണ്. ലഡാക്കിലേക്കുള്ള സ്വപ്നയാത്രയ്ക്ക് നിരവധി വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.